ദർ ഈസ് നോ ടോക്കിംഗ് ഹിയർ. ഇവിടെ സംസാരിക്കാൻ പാടില്ല. ദർ ഈസ് നോ ഷൗട്ടിംഗ് ഹിയർ. ഇവിടെ ഷൗട്ട് ചെയ്യാൻ പാടില്ല. ദർ ഈസ് നോ സ്മോക്കിംഗ് ഹിയർ. ഇവിടെ സ്മോക്ക് ചെയ്യാൻ, പുകവലിക്കാൻ പാടില്ല. നോക്കൂ, ദർ ഈസ് നോ എന്ന് കഴിഞ്ഞിട്ട് ING ഫോം ഓഫ് ദ വേർബ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ടോക്കിംഗ്, ഷൗട്ടിംഗ്, സ്മോക്കിംഗ് എന്നൊക്കെ. അപ്പോൾ ദർ ഈസ് നോ ഡൂയിങ് സംതിങ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ചെയ്യാൻ പാടില്ല, അത് വളരെ ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്, സാധ്യമല്ലാത്ത ഒരു കാര്യമാണ് എന്ന അർത്ഥത്തിൽ നമുക്ക് ദർ ഈസ് നോ പ്ലസ് ING ഫോം ഓഫ് ദ വേർബ് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ദർ ഈസ് നോ പ്ലസ് ജെറണ്ട് ഉപയോഗിക്കാം. ING ഫോം ഓഫ് ദ വേർബിനെ നമ്മൾ ജെറണ്ട് എന്നാണ് പറയുന്നത്. ഒരു കാര്യം ഇമ്പോസിബിളാണ്, അതല്ലെങ്കിൽ ആ കാര്യം പ്രോഹിബിറ്റഡ് ആണ്, അത് എഗെയിൻസ്റ്റ് ദ റൂൾ ആണ്, അങ്ങനെ ഒരു കാര്യം ഒട്ടും അനുവദനീയമല്ല എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് നമ്മൾ ദർ ഈസ് നോ പ്ലസ് ജെറണ്ട് ഉപയോഗിക്കുന്നത്. ദർ ഈസ് നോ ടോക്കിംഗ് ഇൻ ദ ലൈബ്രറി എന്ന് പറഞ്ഞാൽ ലൈബ്രറിയിൽ സംസാരിക്കാൻ പാടില്ല, അത് പ്രോഹിബിറ്റഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്, അത് എഗെയിൻസ്റ്റ് ദ റൂൾ ആണ് എന്നാണ് അവിടെ മീനിങ്. പ്ലീസ് ബി ക്വയറ്റ്. ദർ ഈസ് നോ ടോക്കിംഗ് ഡ്യൂറിങ് ദ പെർഫോമൻസ്. നിശബ്ദമായിരിക്കൂ. ഇവിടെ പെർഫോമൻസിൻ്റെ ഇടയ്ക്ക്, പെർഫോമൻസ് നടക്കുന്ന സമയത്ത് സംസാരിക്കാൻ പാടില്ല. ദർ ഈസ് നോ ടോക്കിംഗ് ഡ്യൂറിങ് ദ പെർഫോമൻസ്. ദർ ഈസ് നോ സ്മോക്കിംഗ് ഇൻ പബ്ലിക് പ്ലേസസ്. പബ്ലിക് പ്ലേസസിൽ, പൊതുസ്ഥലങ്ങളിൽ പുകവലിക്കാൻ പാടില്ല. ദർ ഈസ് നോ ക്വസ്റ്റ്യനിങ് ദം നൗ. അവരെ ഇപ്പോൾ ക്വസ്റ്റ്യൻ ചെയ്യാൻ പാടുള്ളതല്ല. ദർ ഈസ് നോ ഹോൾഡിംഗ് ഹിം ബാക്ക് വെൻ ഇറ്റ് കംസ് ടു ക്രിക്കറ്റ്. ക്രിക്കറ്റിൻ്റെ കാര്യത്തിലാണെങ്കിൽ അവനെ ഒരിക്കലും പിടിച്ചു നിർത്താനാകില്ല, അവനെ ഒരിക്കലും തടഞ്ഞു നിർത്താനാവില്ല എന്നാണ് അതിനർത്ഥം. ദർ ഈസ് നോ ഹോൾഡിംഗ് ഹിം ബാക്ക് വെൻ ഇറ്റ് കംസ് ടു ക്രിക്കറ്റ്. ദർ ഈസ് നോ ഷൗട്ടിംഗ് ഇൻ ദിസ് റൂം. ഈ റൂമിൽ ഷൗട്ട് ചെയ്യാൻ പാടില്ല. അപ്പോൾ ദർ ഈസ് നോ പ്ലസ് ജെറണ്ട് എവിടെയാണ് ഉപയോഗിക്കുന്നത് എന്ന് മനസ്സിലായല്ലോ.